ബിൻസിയെ നിഷ്ഠൂരമായി തീർത്ത് സൂരജ് സ്വയം തീർന്നത് എന്തിന്? കുടുംബസമേതം ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയാക്കിയ മക്കളുടെ ദാരുണമായ മരണവാർത്ത കേട്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് ബിൻസിയുടെയും ഭർത്താവ് സൂരജിൻ്റെയും കുടുംബാംഗങ്ങൾ. ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായി പോയ അവർക്കിടയിൽ കൊലപാതകത്തിൽ കലാശിക്കത്തക്ക എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായി അവർക്ക് ഇതേവരെ തോന്നിയിട്ടില്ല എന്ന് ഇരുവരുടെയും വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. കുവൈത്തിലെ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് മലയാളി നേഴ്സ് ദമ്പതികളായ സൂരജിനെയും ഭാര്യ ബിൻസിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി നടുവിൽ വീട്ടിൽ സൂരജ് 40 വയസ്സ്, ഭാര്യ എറണാകുളം മഴുവന്നൂർ പഞ്ചായത്തിലുള്ള മണ്ണൂരിൽ കുഴൂർ കട്ടക്കയത്തു വീട്ടിൽ കെ എ തോമസിന്റെയും അന്നമ്മയുടെയും മകൾ ബിൻസി 35 വയസ്സ് എന്നിവരെയാണ് കുവൈത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും നഴ്സുമാരായി ജോലി ചെയ്തു വരികയായിരുന്നു. ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലും സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിലും നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. കാര്യമായ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം. ഇവർക്ക് 7ഉം 4ഉം വയസ്സുള്ള 3ലും 1ലും പഠിക്കുന്ന 2 കുട്ടികൾ ഉണ്ട്. ഇവരെ കഴിഞ്ഞ വർഷം ബിൻസിയുടെ വീട്ടിൽ കൊണ്ട് ആക്കിയിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിയാണ് കുട്ടികളെ കഴിഞ്ഞ വർഷം ബിൻസിയുടെ വീട്ടിലാക്കിയത് എന്ന് ബന്ധുക്കൾ പറയുന്നു. അതുവരെ കുവൈത്തിലെ സ്കൂളിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇരു വീട്ടുകാരും. ഈസ്റ്ററിന് ഇത്തവണ ഇരുവരും അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ബിൻസിയാണ് ആദ്യം തിരികെ പോയത്. ഈസ്റ്റർ അവധിക്ക് ശേഷം 5 ദിവസം മുമ്പാണ് സൂരജ് തിരിച്ചു പോയത്. ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായിരുന്നുവെന്ന് അടുത്ത ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. ബംഗളൂരുവിൽ പോയി മെഡിക്കൽ അടക്കം പൂർത്തിയാക്കി വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസരത്തിലാണ് ഇത്തരമൊരു ദുരന്തമുണ്ടായതെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവ ദിവസം രാത്രി ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്ന് ഇവർ തമ്മിൽ വഴക്കിടുന്ന ശബ്ദം കേട്ടതായി അയൽക്കാർ പറയുന്നു. സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടെങ്കിലും ഫ്ളാറ്റ് അടച്ചിട്ടിരുന്നതിനാൽ ഇടപെടുവാൻ സാധിച്ചില്ല. ഫ്ളാറ്റിൽ നിന്ന് നിലവിളി കേട്ടതിനെ തുടർന്ന് അയൽവക്കക്കാരാണ് ഫ്ളാറ്റ് സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചത്. ഈ വിവരം കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിൽ ലഭിച്ചതിന് പിന്നാലെയാണ് ഫർവാനിയ പോലീസ് സ്ഥലത്ത് എത്തിയത്. പോലീസ് എത്തി ഫ്ളാറ്റിലെ വാതിലുകളിൽ മുട്ടി. ആരും വാതിൽ തുറക്കാത്തതോടെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടെ വാതിൽ തകർത്താണ് പോലീസ് അകത്ത് പ്രവേശിച്ചത്. ഫ്ളാറ്റിനകത്ത് കയറിയ പോലീസ് ആദ്യം കാണുന്നത് കഴുത്തറുത്ത നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബിൻസിയെയും അടുത്ത മുറിയിൽ രക്തം വാർന്നു മരിച്ചു കിടക്കുന്ന സൂരജിനെയുമാണ്. പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും മൃതദേഹങ്ങൾ പരിശോധിച്ചു. തുടർ നടപടികൾക്കായി അപകട സ്ഥലത്തു നിന്നുള്ള വിരൽ അടയാളങ്ങൾ എടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുക. സംഭവത്തിൽ സൂരജിന്റെ ബന്ധുക്കളുടെ പ്രതികരണം കേൾക്കുക. ആദ്യം സൂരജിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ്, തുടർന്ന് അടുത്ത ബന്ധുവും പ്രതികരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മരണം നടന്നെന്നല്ലാതെ അവരെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ ബോഡി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. പോലീസ് ക്ലിയറായിട്ടൊന്നും പറയുന്നുമില്ല. അവരോട് മരണം നടന്നു എന്ന് മാത്രമേ പോലീസും തേട് പറഞ്ഞിട്ടുള്ളൂ. 26-നാണെന്ന് തോന്നുന്നു ഇവിടുന്ന് അവൻ തിരിച്ചു പോയത്. 23-ാം തീയതി അവൻ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂരുണ്ടായിരുന്നു. അവനും പിള്ളേരും വൈഫ് ഒരാഴ്ച മുമ്പ് തിരിച്ചു പോയായിരുന്നു. അവർ ഓൾമോസ്റ്റ് സമയത്ത് ഇവിടെ ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ. ഇവിടെയൊക്കെ വരികയും എല്ലാം പങ്കെടുക്കുകയും ചെയ്തിട്ട് പോയതാണ്. ഒന്നും അങ്ങനെ ഉള്ളതായിട്ട് അറിവില്ല. അതിന് മുമ്പ് ഒരു 9:15 അവൻ വിളിച്ച് അവർ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിക്ക് തിരിച്ചു വന്നതിന് ശേഷം മിക്കവാറും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അപ്പം 9:15 വിളിച്ച് സംസാരിച്ച് നോർമലായിട്ട് സംസാരിച്ചതാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 2 പേര് തിരിച്ച് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് തോന്നുന്നു. അത് തിരിച്ച് വന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്നും അറിയാവുന്ന ഒരു കുഴപ്പങ്ങളും ഇല്ല. ഫൈനൽ പിള്ളേരുടെയും സൂരജിൻ്റെയും മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയാണ് ബാംഗ്ലൂരിലോട്ട് വന്നത്. 23-ാം തീയതി ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവിടുന്ന് മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കലെല്ലാം കഴിഞ്ഞ് 23-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് സന്തോഷമായിട്ട് ഇവരെ കയറ്റി വിട്ടതാണ്. ബസ്സിന് കയറ്റി വിട്ടത്. അവിടുന്ന് 10-12 വർഷമായിട്ട് അവിടെ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് അവിടെ ജോലിയായി. അവിടെ ഈസ്റ്ററിൻ്റെ ആഴ്ചയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കൽ ചടങ്ങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ ഈസ്റ്ററിന് ഇവിടെ വന്നു. അങ്ങനെ സന്തോഷമായിട്ട് നല്ല മാതൃക ദമ്പതികളായിട്ട് ആണ് ഞങ്ങളുടെ അനുഭവത്തിലുള്ളത്. നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ ഒരു ഇന്നലെ രാവിലെ അമ്മയെ വിളിച്ചു.
അമ്മയെ വിളിച്ചു. ഇന്നലെ രാവിലെ അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും കൂടി വരുന്ന വഴിക്ക് ഓൺ ദ വേയിൽ അമ്മയെ വിളിച്ചു. ഇവിടുത്തെ സമയം ഒരു 9-9:30 കൂടി വിളിച്ചു. വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്ന. അപ്പം അച്ഛനില്ല, അതുകൊണ്ട് അമ്മയോട് വലിയ സ്നേഹം കൂടുതലാണ്. നല്ലപോലെ നല്ല സ്നേഹത്തിൽ ഇരുന്ന കുടുംബമാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിള്ളേരായിരുന്നു സൂരജും ബിൻസിയും. ഞങ്ങൾ ഞെട്ടിയിട്ടാണുള്ളത്. ഇപ്പോഴും തന്നെ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല. അതിൻ്റെ പ്രോസസ്സ് ഇന്നലെ കുറേ നടന്നു. ഇനിയിപ്പം ഒരു പക്ഷെങ്കിൽ എൻ്റെ ഒരു അനിയൻ അവിടെ ഉണ്ട്. അപ്പം പറഞ്ഞത് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ അറിയിക്കും, അതിനനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ നടത്തുള്ളൂ. അവിടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഒന്നും പറയുന്നില്ല, പുറത്ത് പറയുന്നില്ല. അവർ ഒന്നുമില്ല, സാമ്പത്തികം യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ കഴിയുന്നതാണ്. ഇപ്പം അവർ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഇരുന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞില്ലേ ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞത്. മെഡിക്കൽ എടുക്കാനായിട്ടൊക്കെ പോയതായിരുന്നു. പോകാനായിട്ട് ഇരുന്ന പിള്ളേരും കൂടെ മെഡിക്കൽ എടുത്തിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് വഴക്കിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ബിൻസിയോടുള്ള സംശയം മൂലമാണ് നിഷ്ഠൂരമായ രീതിയിൽ സൂരജ് കഴുത്തറുത്ത് കൊന്നതെന്ന് സൂരജിന്റെ അടുത്ത സുഹൃത്തുക്കൾ ITV ന്യൂസിനോട് പറഞ്ഞു. ബിൻസിയുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബിൻസിക്ക് ഗാർഹിക പീഡനങ്ങൾ എന്തെങ്കിലും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ പ്രതികരണം ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. സൂരജിന്റെ അടുത്ത ബന്ധുക്കൾ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്രയും വേഗം കൊണ്ടുവരുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ്. സൂരജിന്റെ നാടായ ഇരട്ടിയിലേക്കായിരിക്കും രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ആദ്യം കൊണ്ടുവരിക. നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച എത്തിക്കുവാൻ സാധിക്കുമെന്ന് കുടുംബവൃത്തങ്ങൾ പറയുന്നു. കുവൈത്തിലുള്ള സൂരജിന്റെ സഹോദരിയുടെ ഭർത്താവാണ് മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അന്വേഷണം പൂർത്തിയാക്കിയാൽ മാത്രമേ എന്താണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കൃത്യമായി അറിയുവാൻ കഴിയൂ. ഇപ്പോഴും ഈ വാർത്തകളൊന്നും അറിയാതെ ഇവരുടെ 4-7 വയസ്സുകളുള്ള കുഞ്ഞുങ്ങൾ ബിൻസിയുടെ വീട്ടിൽ ഇപ്പോഴും പപ്പയും മമ്മിയും തങ്ങളെ വന്ന് കൊണ്ടുപോകുന്നത് കാത്തിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ മുഖം പോലും ഇവർക്ക് ഓർക്കുവാൻ സാധിച്ചില്ലല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.